ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എർത്ത് കുഴി കുഴിക്കാൻ പോകുന്ന വീടാണിത്. മുറ്റത്ത് നിറയെ ചപ്പ് ചവറുകളാണ്. ടൈൽസിൻ്റെ കഷ്ണവും സിമൻറ്റ് പാക്കറ്റെല്ലാം നിറയെയുണ്ട്. ഇതെല്ലാം താണ്ടിയിട്ടാണ് നമ്മൾ കുഴിയെടുക്കാൻ പോകുന്നത്. ഏകദേശം ഈ ഭാഗത്താണ് നമ്മൾ കുഴിയെടുക്കുന്നത്. ഈ വീട്ടിൽ രണ്ട് കുഴി തന്നെയാണുള്ളത്. ഒരു കുഴി മെയിൻ സ്വിച്ചിൻ്റെ ഇവിടെയും മറ്റൊന്ന് മറുഭാഗത്താണുള്ളത്. അപ്പോൾ ഈ മെയിൻ സ്വിച്ചിൻ്റെ എർത്ത് കുഴിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. കോപ്പർ മെയിൻ സ്വിച്ചിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം നമ്മൾ നോക്കണം. താഴെ മണ്ണിലിറക്കി വെച്ചിരിക്കുകയാണ് കോപ്പർ. ആദ്യം കോപ്പർ കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കുഴിയെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം കോപ്പറിൻ്റെ നീളത്തനുസരിച്ചിട്ട് വേണം നമുക്ക് കുഴിയെടുക്കാൻ. അഥവാ കുഴിയെടുത്തതിന് ശേഷം കോപ്പർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നീളം കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴി നമ്മൾ മാറ്റി കുഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കോപ്പർ കണ്ടുപിടിക്കും. ഇതാ കോപ്പർ കിട്ടി, ഇത് നീളമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏകദേശം 1 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. രണ്ടര മീറ്ററിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കുഴിയെടുത്ത് വെള്ളമൊഴിച്ച് പാല് കൊണ്ട് കുത്തിയിട്ട് മണ്ണ് ലൂസാക്കി നമ്മളെപ്പോൾ കാണുന്ന പോലെ തന്നെയാണ് ഇന്നും ഇവിടെ കുഴിയെടുക്കുന്നത്. നല്ല ഉറപ്പില്ലാത്ത മണ്ണാണിത്, കുറച്ച് ലൂസ് മണ്ണാണ്. അതായത് ഇവിടെ ഇതിൻ്റെ സൈഡ് ഭാഗം മതിൽ കെട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴിയെടുക്കാൻ വലിയൊരു പ്രയാസമൊന്നും ഇവിടെ തോന്നിയിട്ടില്ല. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കുഴിയെടുത്ത് പൈപ്പ് അതിലിട്ട് കോപ്പർ കണക്ട് ചെയ്ത് കരിയിടുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻപോട്ടുള്ള വീഡിയോകൾ കാണാം. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.
করে ডালিয়ে Thank you for watching.